എൻ്റെ പൊന്നോ, മഴക്കാലത്ത് കുത്തിയൊലിച്ച് വെള്ളം വരുന്നു, തോടെല്ലാം കൂടി വറ്റി വരേണ്ട ഈ തോതിലായിട്ടുണ്ട്. അതുകൊണ്ട് എന്താ കൊറ്റിക്ക് നല്ല മീനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും ചേച്ചി നടി വരത്തേക്കൊന്നും 50 കത്തിയെടുത്ത് പുറത്തേക്ക് വിടുന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി തിരിച്ച് ഓടിക്കോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഓടണ്ട ചക്ക കൊയ്യാനാന്ന്. എന്നെയും ചേച്ചിനെയും കണ്ടപ്പോൾ അമ്മ സന്തോഷം കൊണ്ട് ഇതാ ചക്ക ഒരെണ്ണം മൂത്ത് കിടക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഉള്ളപ്പോൾ കൊയ്ത് തിന്നാലോ എന്ന് ഓർത്ത് വെച്ചതാണേ. അപ്പോൾ അതാ ചക്ക അമ്മ മുറിച്ചിട്ടുണ്ട്. അമ്മ പറഞ്ഞു, നല്ല ഇലയുണ്ട്, നമുക്ക് കറിയൊക്കെ വെക്കുക, ചക്കയും പുഴുങ്ങാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതാ ചക്ക അമ്മ വെട്ടി പൊളിച്ച് തന്നപ്പോൾ ആദ്യം അതാ മൊത്തം വായിലേക്കാണ് പോകുന്നത്. എൻ്റെ പൊന്നോ, ചെമ്പിലേക്ക് എന്തോ ഉണ്ടാവുമോ ചക്ക എന്ന് വെച്ചിട്ടോ. അതാ ചേച്ചിയുണ്ട് അപ്പുറത്തിട്ടോ. ചക്ക അരിയാൻ കൂടിയില്ലല്ലോ, ചക്ക തിന്നാൻ മത്സരത്തിന് എൻ്റെ ഒപ്പം തന്നെ ചേച്ചിയുണ്ട് കേട്ടോ. പിന്നെ ഏതായാലും ചക്ക വേവേ അരിഞ്ഞിട്ട് ഇതാ നല്ല ചൂടായോണ്ട് അച്ഛൻ താഴെ ഇറങ്ങി വന്നത് കുറച്ച് ഓറഞ്ചൊക്കെ പൊളിച്ച് തന്നിട്ടുണ്ടേ. അങ്ങനെ ഓറഞ്ചൊക്കെ കഴിച്ച ഇടയ്ക്ക് നല്ല വെയിലും ചൂടും കേട്ടോ. അപ്പോഴേക്കും അമ്മ ചക്ക വേവിക്കാനുള്ള പരിപാടി, മീൻകറീൻ്റെ പരിപാടിയൊക്കെ നല്ല ചൂര നല്ല മല്ലിയൊക്കെ ഇട്ട് കറി വെച്ചിട്ടുണ്ട്. പിന്നെ അയല നല്ല മാങ്ങയിട്ട് കറി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ചക്കപ്പുഴുക്കും ചോറും പിന്നെ സൈഡിൽ കുറച്ച് ഉള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വിശപ്പായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ലൊരു തട്ട് തട്ടിയിട്ടോ. ചക്ക ഞാൻ ഒരുപാട് കഴിക്കില്ല, എനിക്ക് എന്താണെന്നറിയില്ല, ഒരുപാട് കഴിക്കില്ല. കുറച്ച് ചോറിൻ്റെ കൂടെ അങ്ങനെ കൂട്ടി കഴിക്കാൻ എനിക്ക് ഇഷ്ടം കേട്ടോ. അങ്ങനെ ഞാനും ചേച്ചിയും കൂടി ചക്ക കഴിച്ച് ഞങ്ങളെ പരിപാടിയിലേക്ക് നേരെ ഇറങ്ങി കേട്ടോ. കുറച്ച് സന്തോഷമുള്ളൊരു ദിവസമായിട്ട് അന്ന് അച്ഛനും അമ്മയ്ക്ക് ലൈഫിൻ്റെ വീടൊക്കെ പാസ്സായിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യത്തെ ഷെഡൊന്ന് പൊളിച്ചിട്ട് ഇങ്ങനെ പുറയിലേക്ക് ഷെഡ് മാറ്റി കെട്ടാനുള്ള പരിപാടി കേട്ടോ. അപ്പം നമുക്ക് കുറ്റി അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നല്ല പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചായക്ക്. അപ്പം നല്ല കുട്ടി പട്ടാളം സ്കൂളിൽ വരുമ്പോൾ ഞങ്ങൾക്ക് വേഗം വീട്ടിൽ പോകണം. അപ്പം ഞാനും ചേച്ചിയും ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോയിട്ട്